ഹലോ, നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അടുത്തൊരു ചാപ്റ്ററാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററായ അനോട്ടമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഓഫ് ഹ്യൂമൻ ബോഡി. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ക്ലാസ്സിൽ എടുക്കുന്നത് ഇപ്പോൾ ചിലവർക്ക് ബയോമെഡിക്കൽ എക്സാംസ് എഴുതുന്നുണ്ട്, ചിലവർ ബയോമെഡിക്കൽ കോർ ആയിരിക്കാം, ചിലവർ ഇൻസ്ട്രുമെൻറ്റേഷൻ ആയിരിക്കാം, ഇലക്ട്രോണിക്സ് ആയിരിക്കാം. ബട്ട് വാട്ട് എവർ മേ ബി എന്താ പറയുക, എല്ലാവർക്കും അപ്രോച്ചബിൾ ആകുന്ന രീതിക്ക് തന്നെയാണ് ഈ ടോപ്പിക്ക് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളതും. പിന്നെ MCQs അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാൻ നോക്കിയാൽ മതി. കോർ അല്ലാത്ത ആൾക്കാർ, ബയോമെഡിക്കൽ കോർ അല്ലാത്ത ആൾക്കാർ അങ്ങനെ മാത്രം ഒന്ന് കൺഫ്യൂഷൻ ഇല്ലാതെ നോക്കിയാൽ മതി. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഒരു ഹ്യൂമൻ ബോഡി നമ്മൾ കണക്കിലെടുക്കുക. ഒരു ഹ്യൂമൻ ബോഡിയുടെ സ്റ്റാർട്ടിങ് എവിടെയാണ്? ഓക്കെ, നമുക്ക് 6 ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്. ഒരു കമ്പനിക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉള്ളതുപോലെ നമ്മുടെ ഹ്യൂമൻ ബോഡിക്കും ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ട്. അതിൽ ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് കെമിക്കൽ ലെവലാണ്. രസതന്ത്ര ലെവലിൽ നിന്ന് തുടങ്ങി, രാസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് തുടങ്ങി, അവിടെ നിന്ന് രാസങ്ങൾ ഒന്നു ചേർന്ന്, അല്ലെങ്കിൽ പ്രോട്ടീൻസ്, അല്ലെങ്കിൽ കെമിക്കൽസ്, അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ്സ്, ഫോസ്ഫേറ്റ്സ്, ടൈമിൻ, അഡിനൈൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങളെല്ലാം കൂടെ കലർന്ന്, കൊലാജൻസ് എല്ലാം കൂടെ ചേർന്ന് ലാസ്റ്റ് ഒരു സെല്ല് ഫോം ആകുന്നു. ദാറ്റ് ഈസ് നോൺ എ സെല്ലുലാർ ലെവൽ. ആ സെല്ലുലാർ ലെവൽസ്, ഒരു സെല്ല് ഉണ്ടാകുന്നു. ആ സെല്ലിൽ നിന്ന് ഒരുപാട് സെൽസ് ഡിവൈഡായി കുറേ സെൽസ് ഉണ്ടാകുന്നു. ആ സെൽസ് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു ടിഷ്യൂ ആയിട്ട് മാറുന്നു. കുറേ ടിഷ്യൂസ്, ഒരു ടിഷ്യൂ ഒരു ഫംഗ്ഷൻ വേണ്ടിയിട്ട്. ഇപ്പം കണ്ണിൻ്റെ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ടിഷ്യൂ ഒരു ഫംഗ്ഷനും, ഹാർട്ടിൻ്റെ ഒരു ടിഷ്യൂ അത് വേറൊരു ഫംഗ്ഷനുമാണ്. അപ്പോൾ ഓരോ ടിഷ്യൂസും ഓരോ ടൈപ്പ് ഓഫ് സെൽസിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ചില റൗണ്ട് സെൽസ് ഉണ്ടാകാം, റോഡ് ഷേപ്ഡ് സെൽസ് ഉണ്ടാകാം, കോൺ സൈസ് സെൽസ് ഉണ്ടാകാം. ഓരോ സെൽസിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഓരോ ഫങ്ഷൻസ് ഉള്ള സെൽസ് ഗ്രൂപ്പ് ചേർന്നിട്ട് അവരുണ്ടാക്കുന്ന ഒരു സാധനമാണ് ടിഷ്യൂ. അത് ഓരോ ടൈപ്പ് ഓഫ് ടിഷ്യൂ ഓരോ ലെവൽസ്, ഓരോ ഡിസേർഡ് ടാസ്കിന് വേണ്ടിയിട്ടാണ്. ഇനി ആ ഒരു ടിഷ്യൂസിൻ്റെ കുറേ ചേർന്നിട്ട് അതൊരു ഓർഗനായി മാറും, ഒരു ഓർഗൻ ലെവലായി മാറും. അവിടെയാണ് ഓർഗൻ ലെവലിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഈ ഓർഗൻ ഉണ്ടായിട്ട് കാര്യമില്ല, കുറേ ഓർഗൻസ് ഉണ്ടാവും. ഇപ്പോൾ ഹാർട്ടിനെ സംബന്ധിച്ച് നമുക്ക് ലങ്സും ഹാർട്ടും അല്ലെങ്കിൽ അതിൻ്റെ വെസൽസ് എല്ലാം ഒരു ഗ്രൂപ്പാണ്, ഒരു സിസ്റ്റമാണ്. അതിനെയാണ് നമ്മൾ ചേർത്തിട്ട് സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലർ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓർഗൻ സിസ്റ്റം ലെവലിലേക്ക് പോകും. പിന്നെ ഓർഗാനിസം ലെവൽ, കുറേ ഓർഗൻ സിസ്റ്റംസ്. അപ്പോൾ ഹാർട്ടിൻ്റെ ഫങ്ഷൻസ് ഉണ്ട്, ബ്രെയിൻ, അതായത് നെർവസ്, കാർഡിയാക്, എന്താ പറയുക, ബോൺസ്, അല്ലെങ്കിൽ സ്റ്റൊമക്ക്, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം, അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി സിസ്റ്റം, ഇതെല്ലാം കൂടെ ചേർന്ന് ഞാനൊരു ഓർഗാനിസം ലെവലിലേക്ക് മാറും. ഇതാ ഇവിടെ തന്നെ നോക്കുക, കെമിക്കൽസ്. നമുക്കിവിടെ എന്തൊക്കെയുണ്ട്? ആറ്റം ഉണ്ട് അല്ലെ? ആറ്റംസ് ചേർന്ന് മോളിക്യൂൾ ആകുന്നു. ആ മോളിക്യൂളിനാണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആയിട്ട് അത് മാറുന്നു. അവിടെ നിന്ന് ആ ഓരോ ചെറിയ മോളിക്യൂൾസ് ചേർന്നിട്ട് എന്തായി വരുന്നു? സെൽസ്. സ്മൂത്ത് മസിൽ സെൽസിന് ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. സ്മൂത്ത് മസിൽ സെൽസിന്റെ ടിഷ്യൂസ് ഇങ്ങനെ ഒരു ബിസ്ക്കറ്റ് ഷേപ്പ് അല്ലെങ്കിൽ ഒരു തടിയുടെ ഷേപ്പിലാണ് കാണപ്പെടുന്നത്. കാരണം അതിന് നീളമുണ്ട്, അതുകൊണ്ട് അങ്ങനെ കുറെ വരകൾ നമുക്ക് കാണാൻ പറ്റും. സോ അതൊരു സ്മൂത്ത് മസിൽ ടിഷ്യൂ ആയിട്ട് മാറുന്നു. ഈ സ്മൂത്ത് മസിൽ ടിഷ്യൂസ് എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ സ്റ്റൊമക്കിൻ്റെ എപ്പിത്തീലിയൽ ടിഷ്യൂസിൻ്റെ ഫൈബേഴ്സ്, സ്റ്റൊമക്കിൻ്റെ ഫൈബേഴ്സിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. ഈ സാധനം ഉണ്ടായാലും അതെവിടെയാണ് കാണപ്പെടുന്നത്? അത് നമുക്ക് എപ്പിത്തീലിയൽ ടിഷ്യൂവിൽ, സ്റ്റൊമക്കിലാണെന്നറിയാം. സ്റ്റൊമക്ക് ഏതിൻ്റെ സിസ്റ്റത്തിലാണ് വരുന്നത്? ഇതുപോലത്തെ കുറേ സിസ്റ്റംസ് ചേർന്ന് അതായത് ഈസോഫാഗസ്, ലിവർ, സ്റ്റൊമക്ക്, പാൻക്രിയാസ്, ഗാൾ ബ്ലാഡർ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ലാസ്റ്റ് അതൊരു സിസ്റ്റം ലെവൽ, അതായത് ഓർഗൻ സിസ്റ്റം ലെവലിലേക്ക് മാറുന്നു. പിന്നെ അതൊരു ഓർഗാനിസം, ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് പല സിസ്റ്റത്തിലും ഒരു സിസ്റ്റമായിട്ട് അത് മാറുന്നു. ഇതാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒരു ഔട്ട്ലൈൻ സ്ട്രക്ചർ. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകാം. കെമിക്കൽ ലെവലിൽ എന്താണ്? നമുക്ക് നമ്മുടെ മെമ്മറി ഇൻഫോർമേഷൻസ്, അത് സിംപ്ലസ്റ്റ് ലെവൽ ഓഫ് structural organization of living organisms, chemical level. Atoms of various elements combine to form a larger, more complex form molecule. Atoms molecules ആകുന്നു. ഓർഗാനിക് മോളിക്യൂൾസ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. അതെന്ത് ചെയ്യും? അതൊരു സെല്ലുലാർ ഓർഗാനൽസ് ഉണ്ടാക്കിയെടുക്കുന്നു. ഈ സെല്ലുലാർ ഓർഗാനിസത്തിന് നമുക്ക് എന്തൊക്കെ ആറ്റംസ്, സച്ചസ് കാർബൺ വേണം, ഹൈഡ്രജൻ ആറ്റം വേണം, ഓക്സിജൻ ആറ്റം, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ, they are all essential for maintaining the life. ഇതൊരു സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടൊക്കെ ചോദിക്കാം. ഈ 4th പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ 2 ഫെമിലിയർ മോളിക്യൂൾസ് ഫൗണ്ട് ഇൻ അവർ ബോഡി ആർ DNA ആൻഡ് ഗ്ലൂക്കോസ്. ഇത് രണ്ടുമാണ് മെയിൻലി നമ്മുടെ ബോഡിയിലേക്ക് ഉണ്ട്. DNAക്കകത്താണ് നമ്മുടെ ക്രോമാറ്റിൻ, ക്രോമോസോം, ന്യൂക്ലിയോസോം ഇതൊക്കെ കാണപ്പെടുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മെമ്മറി അല്ലെങ്കിൽ നമ്മുടെ ജനിതകം അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ
ഇനി കെമിക്കൽ ലെവലിൽ നിന്ന് സെല്ലുലാർ ലെവലിലേക്ക് വരുമ്പോൾ സെല്ലുലാർ ലെവൽ ഇസ് മേഡ് അപ്പ് ഓഫ് എ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലിവിംഗ് മാറ്റർ കോൾഡ് സെൽ. ദ മോളിക്യൂൾസ് കമ്പൈൻ ടു ഫോം സെൽസ്, ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് എൻ ഓർഗാനിസം. അപ്പോൾ സെൽ എന്ന് പറയുന്നതാണ് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് എൻ ഓർഗാനിസം. സെൽസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഹ്യൂമൻ ബോഡി. ഇതൊക്കെ MCQ ചോദിക്കാം. ഇതൊക്കെ കുഞ്ഞു ക്ലാസ്സുകളിൽ ചോദിക്കുന്നതാണ്. ഇപ്പം നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാമെന്ന് അറിയില്ല. ഈ ഷേപ്പ് നോക്കി വെച്ചോളൂ. ഈ ഷേപ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ശേഷം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, സി ടിഷ്യൂ ലെവൽ. അപ്പോൾ സെൽസിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ സെൽസും നേരത്തെ പറഞ്ഞു ഓരോ സെല്ലിനും ഓരോ ഷേപ്പ് ഉണ്ട്. റോഡ് ഷേപ്ഡ് സെൽസ് ഉണ്ട്, കോൺ ഷേപ്ഡ് സെൽസ് ഉണ്ട്, എലോങ്കേറ്റഡ് സെൽസ് ഉണ്ട്. അപ്പോൾ ഓരോ സെൽസിനും ഓരോ ഫംഗ്ഷൻ ആണ്. അത് ഓരോ മസിൽസ് ആണ് ആ സെൽസ് ഫോം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഓരോ ടിഷ്യൂസ് ആണ് അത് ഫോം ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ടിഷ്യൂ ലെവലിലേക്ക് വരുമ്പോൾ സെൽസ് ഓഫ് സിമിലർ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ കണ്ടോ congregate to form cells. There are 4 type of cells. They are epithelial cells, epithelial tissue, epithelial tissue, connective tissue, muscular tissue and nervous tissue. അങ്ങനെ 4 ആയിട്ട് അത് തരംതിരിക്കപ്പെടുന്നു. അതിപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ ഒരു ഇമേജ് കാണാം. ഇമേജിൻ്റെ അവിടെ പല കണ്ടോ, ഒന്ന് റൗണ്ട്, എലോങ്കേറ്റഡ് ഷേപ്പ്, കോൺ ഷേപ്പ്, അങ്ങനെ പല ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന സെൽസിനെ കാണാം. ആ സെൽസിൻ്റെ ടിഷ്യൂ അറേഞ്ച്മെൻറ്റ്, ഗ്രൂപ്പ് ഓഫ് സെൽസ് ചേർന്ന് ടിഷ്യൂ ആകുമ്പോൾ അതിൻ്റെ ഷേപ്പ് മൊത്തത്തിൽ അങ്ങ് മാറി. കണ്ടോ, ആ സംഭവം മനസ്സിലായില്ലേ? ഇതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇനി നമ്മൾ ഓർഗൻ ലെവലിലേക്ക് വരുമ്പോൾ 2 or more type of tissues are combined with the same structure to form an organism. 2 or more types of tissues combined with the same structure to form an organ function and usually have examples of organ are stomach, skin, bones. ബോണും ഒരു ഓർഗൻ ആണ്. ഹാർട്ട്, ലിവർ, ലങ്സ് ആൻഡ് ബ്രെയിൻ. ബോൺ ഒരു ഓർഗൻ ആണെന്നൊരു ചോദ്യം ചോദിച്ചാൽ കൺഫ്യൂസ് ആവേണ്ട, ബോണും ഒരു ഓർഗൻ തന്നെയാണ്. കോംപ്ലക്സ് ഫംഗ്ഷൻ ബിഗിൻ ടു എമർജ്. ഈ ലെവൽ, ബാക്കി എല്ലാ ലെവലും സിമ്പിൾ സ്ട്രക്ചർ ലെവലാണെങ്കിൽ ഈ ഓർഗൻ ലെവലിൽ വരുമ്പോഴാണ് കാര്യങ്ങൾ കോംപ്ലക്സ് ആവുന്നത്. മോസ്റ്റ് ഓർഗൻസ് കണ്ടെയ്ൻ ഓൾ 4 പ്രിൻസിപ്പിൾസ് ടൈപ്പ് ഓഫ് ടിഷ്യൂ. മിക്ക ഓർഗൻസിലും 4 ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ഓർഗൻസ് ഹാവ് സ്പെസിഫിക് റെക്കഗ്നൈസബിൾ ഷേപ്സ്. ദിസ് ഈസ് ഡ്യൂ ടു ദ അൾട്ടറേഷൻ ഓഫ് ദ സെൽസ്. Okay. ഇനി അത് ഓർഗൻ സിസ്റ്റം ലെവലിലേക്ക് വരുമ്പോൾ ഇൻഡിവിജ്വൽ ഓർഗൻസ് ദാറ്റ് ഫംഗ്ഷൻ കോപ്പറേറ്റീവ്ലി അക്കംപ്ലിഷ് എ കോമൺ പർപ്പസ് ആർ ഗ്രൂപ്പ്ഡ് ടുഗെദർ ഇൻ എൻ ഓർഗൻ സിസ്റ്റം. An example of the system level in the digestive system which breaks and absorbs food. അതൊരു എക്സാമ്പിൾ ആണ്. എന്താണ് ഡൈജസ്റ്റീവ് സിസ്റ്റം? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെ ഓർഗൻസ് ഉണ്ട്? മൗത്ത്, സലൈവറി ഗ്ലാൻഡ്സ് ഉണ്ട്, ഫാരിങ്സ് ഉണ്ട്, ഈസോഫാഗസ് ഉണ്ട്, സ്റ്റൊമക്ക് ഉണ്ട്, ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, ലിവർ ഉണ്ട്, ഗാൽ ബ്ലാഡർ ഉണ്ട്, പാങ്ക്രിയാസ് ഉണ്ട്, അല്ലെ? അതർ ഓർഗൻ സിസ്റ്റം ഓഫ് ദി ബോഡി ആർ ഇന്റഗ്യുമെന്ററി സിസ്റ്റം. ഇന്റഗ്യുമെന്ററി സിസ്റ്റം വെച്ചാൽ നഖം, മുടി, ഇതൊക്കെയാണ് ഇന്റഗ്യുമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, so other skeletal system, nervous system, muscular system, endocrine system, respiratory system, lymphatic system, urinary system and reproductive system. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഓരോ സിസ്റ്റത്തിനും എന്തൊക്കെ ഓർഗൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. ആ ഓർഗൻസ് എന്തൊക്കെ ഫംഗ്ഷൻ, ഈ മൊത്തത്തിൽ ആ ഓർഗൻസും ഈ ചേർന്നുണ്ടാകുന്ന ഈ സിസ്റ്റം എന്ത് ഫംഗ്ഷനിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് വ്യക്തമായിട്ട് അറിയണം. അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കി വെച്ചോളൂ, നമുക്ക് തന്നെ മനസ്സിലാകും. അതിൽ ഇന്റഗ്യുമെന്ററി സിസ്റ്റം എന്താണെന്ന് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞു പോയത്. ഓക്കെ, സോ നമുക്ക് ഇത്രയേ ഉള്ളൂ ബേസിക് എന്ന് പറയുന്നത്. നമ്മുടെ കെമിക്കൽ ലെവൽ, സെൽ ലെവൽ, ടിഷ്യൂ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ ആൻഡ് ഓർഗാനിസം ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഒരു ഐഡിയ ആയി. അപ്പോൾ നമുക്ക് കുറച്ച് MCQs നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ ലിംഫാറ്റിക് സിസ്റ്റം? ഇത് ഞാൻ പറഞ്ഞ ഈ ലിംഫാറ്റിക് സിസ്റ്റം എന്തുകൊണ്ട് ഞാനിപ്പോൾ MCQൽ ആഡ് ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാത്ത ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആണ്. ലിംഫുകൾ എന്ന് പറയുന്നത് അത് മെയിൻലി നമ്മുടെ ഇപ്പം എന്താ പറയുക, ഇതിൽ ട്രാൻസ്പോർട്ടിങ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് അല്ല, റെഗുലേറ്റിംഗ് ബോഡി ടെമ്പറേച്ചർ അല്ല, റിട്ടേണിങ് എക്സസ് ടിഷ്യൂ ഫ്ലൂയിഡ്, ഹോർമോൺസ്, ഇതിൻ്റെയൊക്കെ സെക്രീഷന് വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ലിംഫ് നോഡുകൾ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. ഈ ദ്രാവകങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലേ, സ്രവങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം. സോ റിട്ടേണിങ് എക്സസ് ടിഷ്യൂ ഫ്ലൂയിഡ് ടു ദ ബ്ലഡ് സ്ട്രീം. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ ഓഫ് എ ലിംഫാറ്റിക് സിസ്റ്റം. ഓക്കെ, സോ ദിസ് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ലിംഫാറ്റിക് സിസ്റ്റം. നോട്ട് ചെയ്ത് വയ്ക്കുക. സോ ദ നെക്സ്റ്റ് ഈസ് വിച്ച് ഓർഗൻ സിസ്റ്റം പ്രൊവൈഡ് സപ്പോർട്ട്. സപ്പോർട്ട് എന്ന വാക്ക് കണ്ടു കഴിഞ്ഞാൽ, അല്ലേ, നമ്മളിവിടെ സപ്പോർട്ട് എന്ന വാക്ക് കണ്ടു കഴിഞ്ഞാൽ എന്തിനൊക്കെയാണ് ടിഷ്യൂസിന് മിനറൽസ് സ്റ്റോർ ചെയ്യുന്നത്? മിനറൽസ് സ്റ്റോർ ചെയ്യുന്ന എന്താണ്? അത് ബോൺസിലാണ്, അല്ലേ? ബോൺസിലാണ് മിനറൽസ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്, ബോൺസ് ആണ്. അപ്പോൾ ബോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നേരെ സ്കെലിറ്റൽ സിസ്റ്റത്തിലോട്ട് നമ്മുടെ ആൻസർ വരും. സപ്പോർട്ട് കൊടുക്കും. നമ്മുടെ ബോഡിക്ക് ഒരു ഫ്രെയിം ഉണ്ട്, ആ ഫ്രെയിമാണ് ആ സ്കെലിറ്റൽ സിസ്റ്റം.
പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഫ്രെയിമിലേക്കാണ് നമ്മൾ ബോഡിയിലെ മറ്റ് പാർട്സ് ഒക്കെ അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു പാറ്റേൺ മനസ്സിലായല്ലോ. ഈ ഒരു പാറ്റേൺ ആണ് ക്ലിയർലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സ്ട്രക്ചർ. And the next is, which of the following is not a type of tissue found in the human body? ഒരു ടിഷ്യൂ അല്ല എന്ന് പറയുന്നത് എന്താണ്? ഡൈജസ്റ്റീവ് ടിഷ്യൂ. ഡൈജസ്റ്റീവ് ടിഷ്യൂ എന്നൊരു സാധനം ഇല്ല. ഓക്കെ, ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, ഡൈജസ്റ്റീവ് ടിഷ്യൂ എന്നൊരു സാധനം ഇല്ല. അതെല്ലാം സ്മൂത്ത് മസിൽസ് കൊണ്ടാണ്, കണക്റ്റീവ് മസിൽസും ടിഷ്യൂസും കൊണ്ടാണ്, എപ്പിത്തീലിയൽ ടിഷ്യൂസും, ഈ എല്ലാ ടിഷ്യൂസും കൊണ്ടാണ് അടുക്കിയിട്ടുള്ളത്. അല്ലാതെ ഡൈജസ്റ്റീവ് ടിഷ്യൂ എന്നൊരു സാധനം ഇല്ല. ശ്രദ്ധിക്കുക കേട്ടോ. ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, ഡൈജസ്റ്റീവ് ടിഷ്യൂ ഇല്ല, മറന്നു പോകരുത്. അതായത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഫോർത്ത്, ദ സ്കിൻ, ഹെയർ, നെയിൽസ് ആർ ദ പാർട്ട് ഓഫ് വിച്ച് ബോഡി സിസ്റ്റം. കണ്ടോ, ഞാനത് അതുകൊണ്ടാണ് ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റത്തിന് പറഞ്ഞു പോയത്. ലിംഫാറ്റിക് അല്ല, അത് സ്രവങ്ങളുടെ കാര്യമാണ്, നെർവസ് നാഡിയാണ്, മസ്കുലർ മസിൽസിനെ കുറിച്ചാണ്. പക്ഷെ നമ്മുടെ ആൻസർ ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റമാണ്, അത് വിട്ടുപോകരുത്. ഓക്കെ, ദെൻ ദ ഫിഫ്ത്ത്, വിച്ച് സിസ്റ്റം ഇൻക്ലൂഡ്സ് ഗ്ലാൻഡ്സ് ദാറ്റ് സെക്രീറ്റ് ഹോർമോൺസ് ടു ദ, ഞാൻ ഹോർമോൺസ് എന്നിടയ്ക്ക് ലിംഫാറ്റിക്കിൽ എന്ന് പറഞ്ഞു, അത് ലിംഫാറ്റിക് ഹോർമോൺസ് അല്ല, ദ്രാവകങ്ങൾ. ഓക്കെ, സം ലിക്വിഡ്സ്, ഫ്ലൂയിഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ലിംഫാറ്റിക് എന്ന് പറയുന്നത്. ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് എൻഡോക്രൈൻ സിസ്റ്റമാണ്. ഓക്കെ, അതിൻ്റെ വായുന്ന ശവത്തിന് പകരം ഹോർമോൺസ് എന്ന് പറയുന്നതാണ്. അത് സോറി ഫോർ ദാറ്റ്. ആൻഡ് ദിസ് ഈസ് എൻഡോക്രൈൻ സിസ്റ്റമാണ് നമ്മുടെ എന്താണ് സെക്രീറ്റ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ്, സോ നമ്മൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഓഫ് ദ സിസ്റ്റം, അതിൻ്റെ സെല്ല്, ഓർഗൻ സിസ്റ്റം, ടിഷ്യൂ എല്ലാം നമ്മൾ കണ്ടു. ഇനി നമ്മൾ വരുന്നത്, നമുക്കിപ്പോൾ ഒരു ബോഡി ഉണ്ടായി അല്ലേ. അപ്പം ഞാനിത് പറയാം, കുറേ പാർട്സ് ചേർത്തിട്ട് സെൽസ്, ടിഷ്യൂസ്, കെമിക്കൽസ്, ഓർഗൻ സിസ്റ്റം, ഓർഗനൽസ് എല്ലാം കൂടി ചേർന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബോഡി ഉണ്ടാക്കിയെടുത്തു അല്ലേ. ഈ ബോഡിക്കകത്ത് എന്ത് നടക്കണം? ആദ്യം ബോഡിക്കകത്ത് മെയിൻലി നടക്കേണ്ട ഒരു സാധനമാണ് ഹോമിയോസ്റ്റേസിസ് എന്ന് പറയുന്ന സാധനം. അതാണ് നമ്മുടെ മെയിൻ സാധനം. കാരണം എൻ്റെ ബോഡിക്ക് ജീവനുണ്ട് എന്നറിയണമെങ്കിൽ ഞാൻ എൻ്റെ ഇത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എൻ്റെ ബോഡിക്കകത്ത് വേണം. ഇപ്പോൾ കുറേ മെഷീൻസ് ഉണ്ടെന്ന് വെച്ചാൽ കാർ ഓടില്ല. അതെല്ലാം കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് അതിൻ്റെ അകത്ത് കറക്റ്റായിട്ടുള്ള ഫ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കാർ മൂവ് ആവുള്ളൂ. അതുപോലെ തന്നെ ഫോണും പ്രവർത്തിക്കുള്ളൂ. ആ എനർജി ട്രാൻസ്ഫർ കൃത്യമായിരിക്കണം. സോ ഹോമിയോസ്റ്റേറ്റസ് ആണ് നമ്മുടെ ബോഡിയിലെ മെയിൻ സാധനം. ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് ലിവിങ് ഓർഗാനിസം മെയിൻറ്റെയിൻ എ സ്റ്റേബിൾ ഇന്റേണൽ എൻവയോൺമെന്റ് ഡിസ്പേസ് ദ ചേഞ്ചസ് ഇൻ ദ എക്സ്റ്റേണൽ. പുറത്ത് ചൂടാണെങ്കിൽ ഞാൻ എങ്ങനെ വീർക്കുന്നു, പുറത്ത് തണുപ്പാണെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ ബോഡി ചൂട് വരുന്നു, ഈ കാര്യങ്ങളൊക്കെയാണ്. ഇതുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന്, ഓർഗാനിസത്തിന് കറക്റ്റായിട്ട്, അല്ലെങ്കിൽ ഓർഗൻസിന് കറക്റ്റായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ. ദിസ് സ്റ്റെബിലിറ്റി ഈസ് ക്രൂഷ്യൽ ഫോർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് cells and organs, ensuring that the body system operate within the optimal range. ഒരു പിടി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയുന്ന പോലെ. ഹോമിയോസ്റ്റേസിസ് ഇൻവോൾവ് മൾട്ടിപ്പിൾ സൈക്കോളജിക്കൽ മെക്കാനിസം ദാറ്റ് റെഗുലേറ്റ് ഫാക്ടേഴ്സ് സച്ച് ആസ്, എന്തൊക്കെയാണ് റെഗുലേറ്റ് ചെയ്യേണ്ട? ടെമ്പറേച്ചർ, കാലാവസ്ഥ, അല്ലെങ്കിൽ ചൂട്, pH, ആസിഡിക് ബേസ്, ന്യൂട്രൽ, അറിയാലോ നിങ്ങൾക്കത്, ഗ്ലൂക്കോസ് ലെവൽ, പഞ്ചസാരയുടെ അളവ്, ആൻഡ് അയോൺ കോൺസെൻട്രേഷൻ. നമ്മുടെ സ്കിന്നിലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സ്റ്റിമുലസ് ഒക്കെ കെമിക്കൽ ട്രാൻസ്ഫേഴ്സ് ആണ്. കണ്ടോ, ഇവിടെ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം ഇവിടെ പോകുന്നുണ്ട്. കണ്ടോ, സ്റ്റിമുലസ്. ഇപ്പോൾ ചൂട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ടേക്കുന്ന ഒരു സ്റ്റിമുലസ് ആണല്ലേ. അപ്പോൾ നമ്മുടെ ബ്രെയിൻ, അത് നമ്മുടെ ബ്രെയിനിലെ ഹൈപ്പോതലാമസ് ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതാണ് തലാമസ് ആണ്, തലാമസിലാണ് ഇതിൻ്റെ കൺട്രോൾ നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പം നമ്മുടെ ശരീരത്തിന് തണുപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ ഓക്സിറ്റോക്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്കൊരു വിയർപ്പ്, ശരീരത്തിന് ഒരു വിയർപ്പ് തരും. അപ്പോൾ അത് കൺട്രോൾ ആകും. ഇനി തണുപ്പാണെങ്കിൽ തിരിച്ച് അതുപോലെ വേറൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ലൂപ്പിൽ നാം കുറച്ച് ഇങ്ങനെ വിറയ്ക്കും, ശരീരം ചൂടാക്കാൻ വേണ്ടി ഇങ്ങനെ കിടന്ന് വിറയ്ക്കും. ആ വിറയിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ദിസ് ഈസ് എ പോസിറ്റീവ് ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക്, അതൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നേ ഉള്ളൂ. കീ കോമ്പണൻസ് ഓഫ് എ ഹെമോസ്റ്റേസിസ്, അല്ല റിസപ്റ്റേഴ്സ് ആണ്. നമ്മുടെ ശരീരത്തിൽ മൊത്തം റിസപ്റ്റേഴ്സ് ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾക്കറിയാം, നെർവസ് സിസ്റ്റത്തിൽ നമ്മുടെ റിസപ്റ്റേഴ്സിൽ ഇവിടെ ഇങ്ങനെ നുള്ളുമ്പോൾ എനിക്ക് നുള്ളി എന്ന് അറിയുന്നത് എങ്ങനെയാണ്? എൻ്റെ ബ്രെയിനിലേക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ റിസപ്റ്റേഴ്സ്, കൺട്രോൾ സെൻറ്റേഴ്സ്, എഫക്റ്റേഴ്സ്. റിസപ്റ്റേഴ്സ്, എഫക്റ്റേഴ്സ്, കൺട്രോൾ സെൻറ്റേഴ്സ്. റിസപ്റ്റേഴ്സ് ഇപ്പം നമുക്കിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ റിസീവ് ചെയ്യുന്നു, അത് ഒരു കൺട്രോൾ സെൻറ്ററിലേക്ക് പോകുന്നു, അത് എഫക്റ്റേഴ്സ് പോകുന്നു, വീണ്ടും അത് തിരിച്ച് നമ്മുടെ എഫക്റ്റേഴ്സിൽ പോകുന്നു. ഇങ്ങനെ ഒരു ലൂപ്പ് അവിടെ ഫോം ആവുന്നുണ്ട്. റിസപ്റ്റേഴ്സ് ഡിറ്റക്ട് ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെന്റ്, അത് ഇന്റേണൽ ആയാലും എക്സ്റ്റേണൽ ആയാലും, സെൻഡ് ഇൻഫർമേഷൻ ടു ദ കൺട്രോൾ സെന്റേഴ്സ്, അല്ലെ, ഇൻഫർമേഷൻ ടു ദ കൺട്രോൾ സെന്റേഴ്സ്. കൺട്രോൾ സെന്റേഴ്സിൽ നടക്കുന്നത് ഇറ്റ് ഇസ് ബേസിക്കലി ഹൈപ്പോതലാമസ്. നമ്മൾ പറഞ്ഞ് കറക്റ്റ് ആണ്, ഹൈപ്പോതലാമസിലാണ് കാര്യങ്ങൾ നടക്കുന്നത്.
or receive and process information from the receptors. Informationsനെ പ്രോസസ് ചെയ്യും. എന്താണ് സംഭവം വളരെ മൈക്രോ നാനോ സെക്കൻഡ്സിൽ ചെയ്യും. ഡിറ്റർമൈൻ ദ അപ്രോപ്രിയേറ്റ് എന്ത് റെസ്പോൺസ് കൊടുക്കണം എന്നുള്ളത്. ഇഫക്റ്റേഴ്സ് ക്യാരി ഔട്ട് ദ റെസ്പോൺസ് ടു ബ്രിങ് ദ കണ്ടീഷൻ ബാക്ക് ഇൻ ടു ദ സെറ്റ് പോയിന്റ്. എവിടെ എന്ത് നടന്നു അത് തിരിച്ച് റിസപ്റ്റേഴ്സിലേക്ക് കൊണ്ടുപോകണം. ഇൻക്ലൂഡ്സ് മസിൽസ്, ഗ്ലാൻസ് ആൻഡ് ഓർഗൻസ്. അപ്പോൾ എഫക്റ്റേഴ്സിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആവും ചോദിച്ചാൽ മസിൽസ്, ഗ്ലാൻസ് ആൻഡ് ഓർഗൻസ് എന്നത് പറയാൻ നമ്മൾ വിട്ടു പോകരുത്. ഓക്കെ, ഹോമിയോസ്റ്റാറ്റിക് പ്രോസസ്സിൽ എന്തൊക്കെ തെർമോ റെഗുലേഷൻ നടക്കുന്നുണ്ട്. എന്താണ് ബോഡിയിലെ ടെമ്പറേച്ചർ, സ്വെറ്റിംഗ് ടു കൂൾ ഡൗൺ ഓർ ഷിവറിംഗ് ഹീറ്റ്, ജനറേറ്റഡ് ഹീറ്റ്. ഓക്കെ, ബ്ലഡ് ഗ്ലൂക്കോസ് റെഗുലേഷൻ. നമ്മൾ ബോഡിയിൽ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു മെക്കാനിസം ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ ഷുഗർ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിനെ അലിയിച്ച് കളയാൻ വേണ്ടി നമ്മൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യണം. ഇൻസുലിൻ ലോവേഴ്സ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഓക്കെ, സോ ഗ്ലൂക്കോഗൺ റൈസസ് ഇറ്റ്. ആൻഡ് ഓസ്മോ റെഗുലേഷൻ കിഡ്നിയിൽ നടക്കുന്ന സംഭവമാണ്. നമ്മുടെ ടോക്സിൻസ് ഒക്കെ കളയണമെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് കോൺസെൻട്രേഷനിലാണ് നമ്മുടെ ടോക്സിൻസ് നമ്മുടെ ഇതിൽ പോകുന്നത്. അപ്പോൾ കിഡ്നീസ് റെഗുലേറ്റഡ് വാട്ടർ റിറ്റൻഷൻ ആൻഡ് എക്സ്ക്രീഷൻ. പുറത്ത് കളയും, അതുപോലെ വാട്ടർ നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചു കൊടുക്കും. നല്ല വാട്ടറിനെ അരിച്ചെടുത്ത് തിരിച്ചു കൊടുക്കും. സോ ഇറ്റ് ഇസ് ഓസ്മോ റെഗുലേഷൻ. ആൻഡ് പി എച്ച് റെഗുലേഷൻ. ശരീരത്തിൽ കൂടുതൽ ഗ്യാസ് ഒക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മളതിനെ പല രീതിക്ക് പല ഫങ്ഷൻസിലൂടെ അതിനെ കൺട്രോൾ ചെയ്യാൻ ബോഡി തന്നെ ബുദ്ധിമുട്ടും. ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്. സോ നമ്മുടെ ശരീരത്തിൽ കണ്ടോ സോഡിയത്തിൻ്റെ അളവ് കുറയുമ്പോൾ തലകറക്കം വരുന്നു, പൊട്ടാഷ്യം, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ വരും. സോ കിഡ്നീസ് ആൻഡ് ഹോർമോൺസ് എന്താ പറയുക ഇതിനെ അയോൺസിനെ റെഗുലേറ്റ് ചെയ്ത് ഇലക്ട്രോലൈറ്റ് ബാലൻസ് നമ്മുടെ ശരീരത്തിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ മെക്കാനിസം ഓഫ് ഹോമിയോസ്റ്റാസിസ്. എന്തൊക്കെ മെക്കാനിസം ഇതിലുണ്ട്? ദർ ആർ ബേസിക്കലി 2 ടൈപ്സ് ഓഫ് മെക്കാനിസം. നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ട്, പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ശരീരത്തിൽ ഒരു സാധനം കുറയുന്നു, അപ്പോൾ അത് വേറെ സാധനം കൊടുക്കണം വേറൊരു സ്ഥലത്ത് നിന്ന്. അതിനെയാണ് നമ്മൾ നെഗറ്റീവ്. കുറയുന്നു. പോസിറ്റീവ് വെച്ചാൽ കൂടിയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പം മോസ്റ്റ് കോമൺലി നമുക്ക് കുറവാണ് ഉണ്ടാവുള്ളൂ. കൂടുതൽ ചില സമയത്ത് അഹങ്കാരം മാത്രമേ ഉണ്ടാവൂ എന്ന് പറയുന്ന പോലെ. ഓക്കെ, നെഗറ്റീവ് ഫീഡ്ബാക്ക്. ദ മോസ്റ്റ് കോമൺ മെക്കാനിസം എ ചേഞ്ച് ഇൻ ഫിസിയോളജിക്കൽ വേരിയബിൾ triggers a response that counter reacts the initial change. Regulation of blood glucose level by insulin and glucagon. ഓക്കെ, അതുപോലെ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്നല്ല ഏറ്റവും കോമൺ ആണ്, സ്പെസിഫിക് സിറ്റുവേഷനിൽ ഉണ്ടാവുള്ളൂ. ക്ലോട്ടിങ്, ചൈൽഡ് ബർത്ത്, ആ സമയത്ത് ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നു. ചില സാധനങ്ങൾ കൂടും, ക്ലോട്ടിങ് കൂടും, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ കൂടുമ്പോൾ എന്താ പറയുക ആംപ്ലിഫൈസ് ചെയ്യുമ്പോൾ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്ത് നമ്മുടെ ഒന്ന് കാം ഡൗൺ ചെയ്യാനുള്ള ഒരു സംഭവം. ഓക്കെ, സോ നമുക്ക് ഇതൊരു ചെറിയ ടോപ്പിക്കാണ്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ. ഇപ്പോൾ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ലാസ്റ്റ് കണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്? ബ്ലഡ് ക്ലോട്ടിംഗ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്, ചൈൽഡ് ബർത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്, റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലാണ് ആൻസർ അല്ലേ. നമ്മളിപ്പോൾ പഠിച്ചതുകൊണ്ട് നമുക്കത് വളരെ ഈസി ആയിട്ട് കൗണ്ടർ റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ റെഗുലേറ്റിംഗ് ഹോമിയോസ്റ്റാസിസ്? വളരെ ഈസി ആയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞു തീർത്തതുകൊണ്ട് ഒരു സംശയമില്ലാതെ ഹൈപ്പോ തലാമസ്, ഹിപ്പോ ക്യാമ്പസ് എന്ന് പോയി മാർക്ക് ചെയ്യരുത്. മെഡൽ ഒബ്ലാങ്കേറ്റയൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേൾക്കാൻ, അതൊന്നുമല്ല. ഹൈപ്പോ തലാമസ് ആണ് അതിൻ്റെ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് റോൾ ഡു സ്വെറ്റ് ഗ്ലാൻസ് പ്ലേ ഇൻ തെർമോ റെഗുലേഷൻ? സ്വെറ്റ് ഗ്ലാൻസ്, വിയർപ്പിൻ്റെ ധമനികൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്ത് ചെയ്യും? ആലോചിച്ച് നോക്കും. മലയാളത്തിൽ തന്നെ ആലോചിച്ചാൽ മതി. നമുക്ക് ചൂട് കൂടുമ്പോൾ നമ്മുടെ ശരീരം തണുപ്പിക്കാൻ വേണ്ടി വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. എന്താണ്? ദ ഡിക്രീസ് ബോഡി ടെമ്പറേച്ചർ ബൈ സെക്രീറ്റിംഗ് സ്വെറ്റ്. നമ്മുടെ വെള്ളത്തിൻ്റെ രൂപേണ ചൂട് പുറത്ത് തള്ളി അതിനെ ഇവാപ്പറേറ്റ് ചെയ്ത് ശരീരത്തിനെ തണുപ്പിക്കും. ഇപ്പം നമ്മൾ വളരെ എക്സാമ്പിളിന് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കുന്നു, അതിൻ്റെ മുകളിൽ അടപ്പ് വയ്ക്കുന്നു. ഈ ചൂടിങ്ങനെ കൂടി ഇതൊരു വെള്ളം അല്ലേ, ഒരു വെള്ളത്തിൻ്റെ തുള്ളികൾ പോലെ ഇങ്ങനെ വന്നിരിക്കും. വെള്ളത്തിൻ്റെ തുള്ളി തൊട്ട് നോക്കിയാൽ ഭയങ്കര തണുപ്പാണ്. Evaporation അത് കൂൾ ഡൗൺ ചെയ്യും. സോ ദേ ഡിക്രീസ് ബോഡി ടെമ്പറേച്ചർ ബൈ സെക്രീറ്റിംഗ് സ്വെറ്റ് ദാറ്റ് എവാപറേറ്റ്സ് ആൻഡ് കൂൾസ് ദ സ്കിൻ. സോ ദ ബി ഈസ് ദ ആൻസർ. വേറൊന്നും നമുക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്, ഇതൊന്നും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്, അതൊന്നും നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ 2 ടോപ്പിക് കഴിഞ്ഞു. അപ്പോൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ വരുന്നു സെൽ എന്താണ് അറിയാം നമുക്ക്. നമ്മൾ യൂക്കാരിയോട്ടാണോ പ്രോകാരിയോട്ടാണോ നിങ്ങൾക്കറിയാം. നമുക്ക് സെൽ വാൾ ഇല്ലാന്ന് നിങ്ങൾക്കറിയാം. പിന്നെ പ്ലാസ്റ്റിഡ്സ് ഇല്ലെന്ന് നമുക്കറിയാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇല്ലെന്നറിയാം. അത് ചെടികൾക്കാണുള്ളത്. അത് കമ്പയർ ചെയ്ത് നമ്മുടെ സെല്ലിനെ കുറിച്ചുള്ള ഐഡിയ ഉണ്ടാക്കും. ന്യൂക്ലിയസ് ഉണ്ട്, ബിക്കോസ് വി ആർ യൂക്കാരിയോട്ടിക്, വി ഹാവ് ട്രൂ ന്യൂക്ലിയസ് അല്ലേ. ഇനി വി ആർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, അത് നിങ്ങൾക്കറിയാം. സോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പാർട്സ് കോമ്പണൻസ് ഇൻ ദ സെല്ലിൻ്റെ കോമ്പണൻസ് ആണ് നോക്കുക. മെയിനായിട്ട് ദ ഔട്ടർ സെൽ മെംബ്രെയിൻ അല്ലേ, മെംബ്രെയിൻ ഓഫ് സെൽ, ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, മൈറ്റോകോൺട്രിയ അല്ലേ,
ഗോൾഗി ബോഡീസ്, ഇതൊക്കെ ഞാൻ വരയ്ക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. റൈബോസോംസ്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. സെൽ വാൾ നമുക്കില്ലാതെ പ്ലാന്റ്സിനാണ്, നമുക്ക് എക്സ്ട്രാക്ട് ഡൗൺ. ക്ലോറോപ്ലാസ്റ്റ് നമുക്കില്ല, പ്ലാന്റ്സിനാണ്. സെൻട്രൽ വാക്യൂൾസ്, അത് നമുക്ക് ചെറിയ ചെറിയ വാക്യൂൾസ് ഉണ്ട്, അത് ചെറിയ പാസേജ് ഉണ്ട്. ലൈസോസോംസും നമുക്ക് വേണമെങ്കിൽ, പക്ഷെ ഇതൊക്കെ പ്ലാന്റ്സിനാണ് മെയിൻ ആയിട്ടുള്ളത്. നമുക്ക് ഈ മെയിൻ ആയിട്ട് വരുന്ന സാധനങ്ങൾ ഇത്രയും സാധനങ്ങളെ കുറിച്ചാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ. So cell membrane, every cell is enclosed by a cell membrane. It controls the passage of materials. Materials വെച്ചാൽ എന്താ പറയുക, അതിന് ആവശ്യമുള്ള വെള്ളം, ജലം, പ്രോട്ടീൻ, ഇതൊക്കെ സെല്ലിന് മെയിനായിട്ട് വാട്ടറും പ്രോട്ടീനുമാണ് മെയിനായിട്ട് വേണ്ടിയിരുന്നത്. അപ്പോൾ അതിൻ്റെ പാസേജ്, പിന്നെ അതിൻ്റെ വേസ്റ്റ് പ്രൊഡക്ട്സിന് പുറത്ത് തള്ളാൻ. കണ്ടോ, ഇത് ബൈ ലെയറാണ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും പുറത്ത് പോകാനോ അകത്ത് പോകാനോ എന്നൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. കണ്ടോ, ദേ ആർ ബൈൻഡഡ് വിത്ത് ഒളിഗോസാക്കറൈഡ് ചെയിൻ. അപ്പോൾ അതിനാണ് നമ്മൾ മെയിനായിട്ട് എന്താണ് സെൽ മെംബ്രെയിൻ ഉപയോഗപ്പെടുന്നത്. സോ നെക്സ്റ്റ് ഇസ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് അറിയാം, നമ്മുടെ ജനറ്റിക് മെറ്റീരിയലായ DNA ക്രോമോസോമിൻ്റെ അകത്ത്, ന്യൂക്ലിയോലസിൻ്റെ അകത്ത്, ക്രോമോസോമിൻ്റെ അകത്താണ് DNA ഇരിക്കുന്നത് നമുക്കറിയാം. അതിനെ കവർ ചെയ്ത് വച്ചേക്കുന്ന ന്യൂക്ലിയർ എൻവലപ്പാണെന്നറിയാം. അതിൽ കുറേ പോർസ് ഉണ്ട്, അതാണ് ന്യൂക്ലിയർ പോർസ് എന്നറിയാം. അതിൻ്റെ മൊത്തത്തിലാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് വി ആർ യൂകാരിയോട്ടിക്. സോ നമുക്ക് ഈ സാധനം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. സൈറ്റോപ്ലാസം നോട്ട് ഒരു ഓർഗൻ അല്ല, ബട്ട് ഇവിടെ ഈ വെള്ളം പോലെ ഇങ്ങനെ, ജലം പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു, എല്ലാത്തിനെയും ബാലൻസ് ചെയ്ത് നിർത്താനുള്ള ഒരു മീഡിയമാണ് ഈ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ദ ഓർഗനൽസ് റിസൈഡ്, ലീവ് ആൻഡ് ഫ്ലോട്ട് അറൗണ്ട് ഇൻ ദ സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്, സൈറ്റോപ്ലാസമാണ് ആ സെല്ലിൻ്റെ അകത്ത്. ഓക്കെ. ആൻഡ് മൈറ്റോകോൺട്രിയ, ഇവിടെയാണ് നമ്മുടെ സെല്ലിൽ നിന്നും നമുക്ക് വേണ്ട എനർജി. ദ ഓർഗനൽ പ്രോസസ്സസ് ദ എനർജി ഫോർ എ സെൽ. ഓരോ സെല്ലിനും ATP കാരണം എനർജി കിട്ടുന്നു. ATP എന്താണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് നമുക്കുണ്ടാകും. സോ ഇറ്റ് ഈസ് എനർജി. എന്താണ്? സെൽസിന് എനർജി കിട്ടും. സെൽസ് അതിനെ പാസ് ചെയ്ത് ഓരോ സെൽസിനെ മൊത്തത്തിലുള്ള ഒരു സെൽ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ആ ടിഷ്യൂസിലേക്ക് മൊത്തത്തിൽ ആ സെൽസിൻ്റെ എനർജി വന്നിട്ടാണ് ഓരോ ടിഷ്യൂസ് പ്രവർത്തിച്ച് ഓരോ ഓർഗൻസിന് ആ എനർജി പാസ് ചെയ്യുന്നത്. സോ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നതും, അല്ലെങ്കിൽ പവർ ഹൗസ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്, പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന സാധനങ്ങളാണ്. ഗോൾഗി കോംപ്ലക്സ്, പ്രോട്ടീൻ പാക്കേജിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് സെൻറ്റർ ഓഫ് ദ സെൽ. ഹാസ് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് വെസിക്കിൾസ് ഉണ്ടായിരിക്കും അതിന്. റൈബോസോംസ്, പ്രോട്ടീൻസിന് ആർട്ടിഫിഷ്യലി പ്രോട്ടീൻസിന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ് റൈബോസോംസ്. അപ്പോൾ സൈറ്റോപ്ലാസത്തിൽ ഉണ്ടാകുന്നത് ദർ ആർ പ്രസന്റ് വിത്ത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ കൂടെ റൈബോസോംസ് ഉണ്ടാവും. മെംബ്രെയിൻസ് ഒന്നും ഉണ്ടാവില്ല ഈ റൈബോസോംസിന്, അതാണ് അതിൻ്റെ ക്വാളിറ്റി. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ, ഈ പറയുന്ന എല്ലാത്തിൻ്റെയും പോയിന്റ്സ് നോട്ട് ചെയ്ത് നോക്കി, ചില MCQs ആയിട്ട് ഇത് വന്ന് നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. So the next is smooth endoplasmic reticulum, which will carry, അവിടെ ഫാറ്റ് ആണ്, ഇവിടെ ലിപ്പിഡ്സ് ആൻഡ് ഹോർമോൺസിൻ്റെ ട്രാൻസ്പോർട്ട് ആണ് കൂടുതൽ നടക്കുന്നത്, പ്രൊഡക്ഷൻ ആണ് കൂടുതൽ നടക്കുന്നത്. പിന്നെ ട്രാൻസ്പോർട്ട്സ് മെറ്റീരിയൽസ് ടു ദ സെൽ, അത് കൂടുതൽ ഈ ന്യൂക്ലിയസിനോട് ചേർന്നിരിക്കുന്ന ഒരു സാധനമാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് ബേസിക്കലി പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യാനും റൈബോസോംസ് കൊണ്ട് കവർ ചെയ്തിരിക്കും. ദേ ആർ ഓൾസോ യൂസ് ഫോർ ട്രാൻസ്പോർട്ടിങ് ദ മെറ്റീരിയൽസ് ത്രൂ ഔട്ട് ദ സെൽ. സോ നമുക്ക് നേരെ MCQയിലേക്ക് വരാം. Which organelle contains the digestive enzyme that break down waste materials and cellular debris? ലൈസോസോമിനെ കുറിച്ച് നമ്മളിവിടെ സംസാരിച്ചില്ല, വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട്. പക്ഷെ ഇവിടെ ഞാൻ ആ ഒരു ടോപ്പിക് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് കിട്ടാത്തതുകൊണ്ട് ഒരു MCQ ആയിട്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ലൈസോസോം, വിച്ച് ഓർഗനൽ കണ്ടെയ്ൻസ് digestive enzymes that break down waste materials and cellular. വേസ്റ്റ് മെറ്റീരിയലിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്ത് വേസ്റ്റ് മെറ്റീരിയൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് വിഴുങ്ങും. ഇറ്റ് ഈസ് എ സൂയിസൈഡൽ സെൽ എന്ന് പറയപ്പെടുന്ന ഒരു സാധനമാണ് ലൈസോസോംസ്. ഓക്കെ, ഓർത്തു വെച്ചോളൂ. What is the primary function of the Golgi apparatus? Primary function of Golgi apparatus is in the, നമുക്കറിയാം, this is packaging ആണ് അല്ലേ. പാക്കേജിങ് എന്നൊരു സാധനം വരുന്നുണ്ട്, പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്. സോ മോഡിഫൈങ്, സോർട്ടിങ് ആൻഡ് പാക്കേജിങ് ദ പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്. ഇത് നമുക്കറിയാം, മൈറ്റോകോൺട്രിയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. ഇത് ന്യൂക്ലിയസ് ആണെന്നറിയാം, ഇത് നമുക്ക് അറിയാലോ, റെറ്റിക്കുലത്തിൻ്റെ കാര്യങ്ങളാണ് അവിടെ കഥകൾ പറയുന്നത്. സോ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? സ്മൂത്ത് എന്ന് പറയുമ്പോൾ
ലിപ്പിഡ് സിന്തസിസ് ആൻഡ് ഡീടോക്സിഫിക്കേഷൻ. ലിപ്പിഡ് റഫിലാണ് പ്രോട്ടീൻ സിന്തസിസ് വരുന്നത്, സ്മൂത്തിൽ വരുന്നത് ലിപ്പിഡാണ്, റഫിൽ വരുന്നത് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് ആണ് വരുന്നത്. അത് ശ്രദ്ധിച്ചാൽ മതി. Okay, then which of the following is a function of the plasma membrane? Plasma membrane ന്റെ function എന്താണ്? Plasma membrane എന്താണ്? മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുക എന്താണ്? ഒരു സബ്സ്റ്റൻസിന്റെ പുറത്തു പോക്കും അകത്തോട്ട് വരുന്നതിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനമാണ്, റെഗുലേറ്റ് ചെയ്യുന്ന സാധനം. സോ റെഗുലേറ്റിംഗ് ദ മൂവ്മെന്റ് ഓഫ് സബ്സ്റ്റൻസസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് സെൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സെൽസ്, മെംബ്രെയിൻ എന്ന് പറയും. ഈ ഒരു സെല്ല് ഫോം ആയി സെല്ലിന്റെ അകത്തുള്ള സാധനങ്ങൾ നമ്മൾ പഠിച്ചു, സെല്ലിന് ഹോമിയോസ്റ്റാസിസ് വേണം നമ്മൾ പഠിച്ചു. ഇനി ട്രാൻസ്പോർട്ട് അക്രോസ് സെൽ മെംബ്രെയിൻ എങ്ങനെ നടക്കും? ഓക്കെ, അതാണ് നമ്മൾ നോക്കുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്. ദ ട്രാൻസ്പോർട്ട് അക്രോസ് സെൽ മെംബ്രെയിൻ ഈസ് എ ഫണ്ടമെന്റൽ പ്രോസസ് ഫോർ ദ മെയിൻ്റെനൻസ് ഓഫ് സെല്ലുലാർ ഹോമിയോസ്റ്റാസിസ് ആൻഡ് ഫങ്ഷൻ. ശ്രദ്ധിക്കുക, കണക്ഷൻ കണ്ടല്ലോ ടോപ്പിക്സിന്റെ. ഇറ്റ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു മെയിൻ കാറ്റഗറീസ്: പാസീവ്, ആക്റ്റീവ്. പാസീവ് എന്ന് വെച്ചാൽ ഒരു ആരെങ്കിലും ഒന്ന് എന്താ പറയുക തള്ളിക്കൊടുത്താലേ അത് ഒരു ട്രാൻസ്പോർട്ടേഷൻ നടക്കുള്ളൂ. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആരെയും സഹായവും തള്ളലൊന്നും വേണ്ട എന്ന രീതിക്കുള്ള സാധനങ്ങളാണ്. ഓക്കെ, സോ ഈ ഡയഗ്രാമിൽ തന്നെ കണ്ടോ, പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, സെക്കൻഡറി ആക്റ്റീവ്, കണ്ടോ എന്തൊക്കെയാണ് പോകുന്നത്? നമ്മുടെ സെല്ലിൻ്റെ അകത്ത് നിന്ന് സോഡിയം ഇൻടേക്ക്, പൊട്ടാഷ്യം ഇൻടേക്ക്, അവിടെ കൂടെ ഇതിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ATP കണ്ടോ, ഗ്ലൂക്കോസ് പുറത്ത് വരുന്നു. സിംപോർട്ട് എന്ന് പറയും. സിംപോർട്ട് എന്ന് വെച്ചാൽ ഡബിൾ സൈഡ്. ഓക്കെ, so passive transport. So passive transport does not require cellular energy and occurs along the concentration gradient. High gradient in the low diffusion already നമ്മുടെ സെല്ലിലുണ്ട്. അപ്പോൾ ആ ഗ്രേഡിയന്റ് കോൺസെൻട്രേഷൻ ചേഞ്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പാസീവ് ട്രാൻസ്പോർട്ടേഷൻ നടന്നോളും. അപ്പോൾ പാസീവ് ട്രാൻസ്പോർട്ടേഷൻ്റെ അകത്ത് 3 തരമുണ്ട്: സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്. സിമ്പിൾ ഡിഫ്യൂഷൻ സെല്ലിൻ്റെ അകത്ത് നമ്മുടെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ്, ദ മൂവ്മെന്റ് ഓഫ് സ്മോൾ ഓർ നോൺ പോളാർ മോളിക്യൂൾസ് ഡയറക്ട്ലി through the lipid layer driven by the concentration gradient. Facilitated എന്ന് പറയുമ്പോൾ facilitate ചെയ്യണം movement of larger or polar molecules through the membrane via transporter protein, via transport proteins. ചാനൽ പ്രോട്ടീൻസ്, കാരിയർ പ്രോട്ടീൻസ് ഉണ്ട്. ചാനൽ പ്രോട്ടീൻസ് വെച്ചാൽ ഹൈഡ്രോഫിലിക് ചാനൽസ് ഉണ്ടാക്കിയിട്ട് സ്പെസിഫിക് മോളിക്യൂൾസിനെ പാസ് ചെയ്യാൻ വിടും. കാരിയർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ബൈൻഡ് ദ മോളിക്യൂൾസ് ആൻഡ് ചേഞ്ച് ദ ഷേപ്പ് ടു ഷട്ടിൽ ദം അക്രോസ് മെംബ്രെയിൻ, ദാറ്റ് ക്യാരിയിങ് പ്രോട്ടീൻ. മറ്റേ ചാനൽ. Osmosis നമുക്കറിയാം, the diffusion of water molecules through a selectively permeable membrane. Okay, so active transport. Active transport requires ATP. തിരിച്ചാണ് വരുന്നത്. പാസീവിന് തള്ളൽ വേണ്ട, ആക്റ്റീവിനാണ് തള്ളൽ വേണ്ടത് കേട്ടോ. ഞാൻ നേരത്തെ ഒന്ന് മാറ്റി പറഞ്ഞായിരുന്നു. ടു മൂവ് മോളിക്യൂൾസ് അഗെയിൻസ്റ്റ് ദെയർ കോൺസെൻട്രേഷൻ. മറ്റത് ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലെ ഗ്രേഡിയന്റ് വരും, പക്ഷേ ഇതിന് തിരിച്ച് തള്ളണം ആക്റ്റീവ്. അതിനാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, there are two types. നമ്മൾ ആദ്യം തന്നെ ഇമേജിൽ കണ്ട പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടും സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടും. ഈ പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ഡയറക്റ്റ് യൂസ് ഓഫ് ATP to transport molecules. Example, sodium potassium pump which maintains the electrochemical gradients to cell. Secondary active transport അല്ലെങ്കിൽ co-transport എന്ന് പറയും, uses the energy from the electrochemical gradient created by the primary. Primary create ചെയ്ത ATP വെച്ചാണ് സെക്കൻഡറി ട്രാൻസ്പോർട്ട് നടക്കുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ട്: സിംപോർട്ട്, ആന്റിപോർട്ട്. സിംപോർട്ടിൽ ബോത്ത് മോളിക്യൂൾസ് മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ, ആന്റിപോർട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു. സോ ഇത് രണ്ടും ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ നടക്കുന്ന സാധനങ്ങളാണ്. ഇനി ബൾക്ക് ട്രാൻസ്പോർട്ട്. ബൾക്ക് ട്രാൻസ്പോർട്ട് മൂവ്മെന്റ് ഓഫ് ലാർജർ മോളിക്യൂൾസ് ഓർ മാക്രോ മോളിക്യൂൾസ്, അതിനാണ് നമ്മൾ ബൾക്ക് എന്ന് പറയുന്നത്, വലുത്. സോ എൻഡോസൈറ്റോസിസും എക്സോസൈറ്റോസിസുമാണ് രണ്ട് പ്രോസസ്സ് അവിടെ നടക്കുന്നത്. എൻഡോസൈറ്റോസിസ് എന്ന് വെച്ചാൽ ദ പ്രോസസ് ബൈ വിച്ച് സെൽസ് എൻഗൾഫ് ദ സബ്സ്റ്റൻസസ് ഇൻ ടു ദ പൗച്ച്. ആൻഡ് നമ്മുടെ സൈറ്റോപ്ലാസം ഉണ്ടാകുന്ന വെസിക്കിൾസ് ഉണ്ടാകും, ചെറിയ ചെറിയ ദ്വാരം പോലെ. അപ്പോൾ ഈ സെൽസ് ഇങ്ങനെ പോയിട്ട് ഇപ്പോൾ ഈ സാധനത്തിന് ഇങ്ങനെ വിഴുങ്ങുന്ന, എൻഗൾപ്പ് ചെയ്യുന്ന പ്രോസസ്സിനാണ് വലിയ വലിയ സാധനങ്ങൾ വിഴുങ്ങിയെടുക്കും, പ്രോട്ടീൻസിനെയൊക്കെ. ഓക്കെ, അതിന് ഫാഗോസൈറ്റോസിസ് ഉണ്ട്, ബാക്ടീരിയ എൻഗൾപ്പിംഗ് ലാർജ് പാർട്ടിക്കിൾസ്, എക്സാമ്പിൾ ബാക്ടീരിയ. അപ്പോൾ പൈനോസൈറ്റോസിസ് എൻഗൾപ്പിംഗ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. പിന്നെ റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ്, അത് വലിയ പരാമർശിക്കുന്നില്ല. എക്സോസൈറ്റോസിസ്, ദ പ്രോസസ് ബൈ വിച്ച് സെൽസ് എക്സ്പെൽ മെറ്റീരിയൽ ആൻഡ് ഫ്യൂസ് വിത്ത് ദ പ്ലാസ്മ മെംബ്രെയിൻ. പുറത്ത് കളയുന്നത് എക്സോസൈറ്റോസിസ്, അകത്തോട്ട് എടുക്കുന്ന എൻഡോ എക്സോ. എൻ്റെ അവൻ്റെ എന്ന് പറയുന്ന പോലെ എൻഡോ എക്സോ. ഓക്കെ, ദാറ്റ് ഈസ് ബൾക്ക് ട്രാൻസ്പോർട്ട്. സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു MCQ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് റിക്യൂസ് ATP? നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചല്ലോ. എന്താണ് പ്രൈമറി
ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അല്ലേ, അതിൻ്റെ എനർജി വെച്ചിട്ടാണ് സെക്കൻഡറി പ്രവർത്തിക്കുന്നത്. സെക്കൻഡറി വന്നാൽ തെറ്റിച്ചെഴുതരുത്, പ്രൈമറിയും സെക്കൻഡറി ആണെങ്കിൽ പ്രൈമറിയാണ് ആൻസർ. Second, which process involves the movement of water molecule across a membrane? Water molecules, osmosis. അല്ലേ, വേറെ ഒന്നുമല്ല ഓസ്മോസിസ്, എക്സോസൈറ്റോസിസ് ഒന്നുമല്ല. ഓക്കെ. Which type of membrane transport is used by glucose to enter cells? എന്താണ് സെൽസിലോട്ട് എൻ്റർ ചെയ്യാൻ ഗ്ലൂക്കോസിനെ എന്താണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. Which type of endocytosis involves the engulfing large particles? ബാക്ടീരിയ പോലെ തന്നെയൊക്കെ വിഴുങ്ങാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഫാഗോസൈറ്റോസിസ്. പൈനോസൈറ്റോസിസ് എന്ന് വെച്ചാൽ എന്താ പറയുക, ഞാൻ വിട്ടുപോയത്. ഓക്കെ. Which of the following is not a form of passive transport? Passive transport formation passive active primary active നമ്മൾ സോഡിയം പൊട്ടാഷ്യം ഒക്കെ പോകുന്ന ഡയഗ്രാമിൽ കണ്ടത്. അപ്പോൾ passive അത് ഉണ്ടാവില്ല. So sodium potassium pump is the answer. So see you in the next class.